യേശുവിൽ പ്രിയരെ, പെസഹ വ്യാഴം. നമ്മളെല്ലാവരും യേശുനാഥൻ്റെ കഷ്ടാനുഭവ വാരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നുപോക്കൽ. യേശുവിൻ്റെ മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള കടന്നുപോക്ക്. സംഹാരദൂതൻ ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രരെ വധിക്കുകയും യഹൂദരുടെ വീടുകളിൽ യാതൊരു നാശവും ചെയ്യാതെ കടന്നു പോവുകയും ചെയ്തതിൻ്റെ ഓർമ്മയ്ക്ക് മോശ സ്ഥാപിച്ച തിരുനാളാണ് പെസഹ. ആ തിരുനാൾ ദിവസം എല്ലാ യഹൂദ കുടുംബങ്ങളും ഒരാടിനെ കൊന്ന് പെസഹ ഭക്ഷിച്ചിരുന്നു. ഈശോ തൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം വിശാലമായ ഒരു മുറിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അവരോടുകൂടെ പെസഹ ഭക്ഷിക്കുകയും ചെയ്തു. വിശുദ്ധ ജോൺ മാർക്കിൻ്റെ വീട്ടിലെ ഒരു മുറിയിലായിരുന്നു അതെന്ന് അഭിപ്രായമുണ്ട്. പാദപ്രക്ഷാളന കർമ്മത്തിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രഭണിതം. ഒരു പുതിയ കൽപ്പന ഞാൻ തരുന്നു എന്നാണ്. മന്ദാത്തും എന്ന ആദ്യത്തെ വാക്കാണ് പെസഹ വ്യാഴാഴ്ചയ്ക്ക് ഇംഗ്ലീഷിൽ മോണ്ടി തേഴ്സ്ഡേ എന്ന പേരിന് നിദാനമായത്. നമ്മുടെ കർത്താവും ഗുരുവുമായ ഈശോ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നമ്മളും പരസ്പരം കാലുകൾ കഴുകുവാൻ, അതായത് വിനയപൂർവം പരസ്പരം സ്നേഹിക്കുവാൻ എത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ അത്താഴത്തിന് മുഖവുരയായി ഈശോ പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ പീഡാനുഭവത്തിനു മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചിരുന്നു. ദൈവരാജ്യത്തിൽ ഇതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നതുവരെ ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു. അനന്തരം അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ശിഷ്യന്മാർക്ക് നൽകി. പെസഹ വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങളാണ് വിശുദ്ധ വാരത്തിൽ ആദ്യം റോമായിൽ അനുഷ്ഠിക്കുവാൻ തുടങ്ങിയത്. പാശ്ചാത്യ സഭയിൽ ഇന്ന് ചെയ്യുന്നത് പോലെ അക്കാലങ്ങളിൽ പെസഹ വ്യാഴാഴ്ച കുർബാന സായാഹ്നത്തിലായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അന്ന് മാത്രം ഉപവാസം ആവശ്യമുണ്ടായിരുന്നില്ല. അഴിമതികൾ കണ്ടപ്പോൾ 629 ആ നിയമം പിൻവലിച്ചു. പെസഹ വ്യാഴാഴ്ച 2 വലിയ ഓസ്തി കുദാശ ചെയ്യുന്നതും കുർബാനയുടെ പ്രദക്ഷിണവും വളരെ പുരാതനമായ തിരുക്കർമ്മങ്ങളാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ മാറ്റു നിർണയിക്കാവുന്ന നിമിഷം വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാണ്.